പൊന്നമ്മച്ചി എന്ന് പറയാൻ എന്താണ് നമ്മളെ കാത്തുരക്ഷിക്കുന്ന ഒരു ദൈവമാണ്. നമുക്ക് പൊന്നമ്മച്ചിയെ പൊക്കേ ഉള്ളു. എല്ലാ വർഷവും ഞങ്ങളിവിടെ വന്ന് പൊങ്കാലയിട്ട് നല്ല ഒരേ വർഷം ചേർന്ന് നമുക്ക് നല്ല സ്വരൂപിണി ദേവി അമ്മേ പോരിട്ട കാവിലേ ഭദ്രേ. ശാന്ത സ്വരൂപിണി ദേവി അമ്മേ പോരിട്ട കാവിലേ ഭദ്രേ. നാമകറ്റാനായി വന്ന ഇന്നമ്മയ്ക്ക് നാമജപങ്ങൾ കോർത്തു. നാമകറ്റാനായി വന്ന അമ്മേരെ അനുഗ്രഹങ്ങളുണ്ട്. ഒരുപാട് മാറ്റങ്ങളുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. അങ്ങനെയൊക്കെ തന്നെ. പിന്നെ അല്ലാതെ പിന്നെ ഞങ്ങൾ ഒരു ചേച്ചി ഹരിപ്പാട്, ഞാൻ വയനാട്, കൊല്ലം വയനാട്, ചേച്ചി ഹരിപ്പാട് തന്നത്. ഞങ്ങൾ അത്രയും ദൂരം ഞങ്ങളെ കുടുംബക്ഷേത്രമോ ഞങ്ങളുടെ കുടുംബക്ഷേത്രം ആയതുകൊണ്ടാണ് വരുന്നത്. ഇതിനുമ്പ് നമുക്ക് വരാൻ പറ്റിയ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വരണമെന്ന് തോന്നി വന്നു. അല്ലാതെയൊക്കെ ഞങ്ങൾ വരും. പൊങ്കാലൊക്കെ അങ്ങനെ വന്നിട്ടില്ല. കഴിഞ്ഞ വർഷം തൊട്ടാണ് വന്നത്. കുടുംബക്ഷേത്രമാണ് ഞങ്ങൾ ഹരിപ്പാടാണ്. അമ്മയുടെ വീട് വെച്ച് എൻ്റെ അമ്മമ്മയുടെ വീട് കരുനാഗപ്പള്ളിയാണ്. അപ്പോൾ അങ്ങനെ വെച്ച് ഇവിടെയാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രം. എല്ലാ വർഷവും വന്ന് വർഷത്തിൽ 2-3 പ്രാവശ്യമൊക്കെ വന്ന് തൊഴാറുണ്ട്. പിന്നെ പൊങ്കാലയ്ക്കും വരാറുണ്ട്. കഴിഞ്ഞ വർഷം വന്ന് ഈ വർഷം വന്ന് മറ്റേ വരാൻ പറ്റാത്തൊരിതായിരുന്നു. അപ്പോൾ വരുന്നുണ്ട്. നല്ലതാണ്. വന്നതിന് ശേഷം നല്ലതാണ്. നല്ല വീട്ടിലൊക്കെ ഒരു സമാധാനവും ഐശ്വര്യവും ഒക്കെ നല്ല പടിപടിയായിട്ടുള്ള ഉയർച്ചയും ഒക്കെ ഉണ്ട്. നല്ലതാണ്. പ്രാവശ്യം വന്നാൽ പിന്നെ നമുക്ക് വരണമെന്നേ തോന്നുള്ളൂ. അതുകൊണ്ട് വയ്യെങ്കിലും വരെയാണ്. പിന്നെ എല്ലാം കൊണ്ട് നമ്മളെ നാട്ടിന് നല്ലൊരു കാര്യമല്ലേ നടക്കുന്നത്. കാളിയൂട്ടിനെ പറ്റി ഞാനും പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇവിടെ പണ്ട് നടന്നിട്ടുണ്ടെന്ന് പറയണം. ഒരു ദിവസം പൊങ്കാല ഇട്ടിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ വർഷം എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വരണമെന്നുണ്ട്. പൊങ്കാല നേരത്തെ കുറച്ചേ ഉള്ളായിരുന്നു. അതിന് ഇപ്പം ഏതാണ്ട് ഒരു 10,000-ത്തിനടുത്ത് പൊങ്കാല നമ്മളെ ഈ കാളിയൂട്ട് ഉറമ്പിലുണ്ട്. പണ്ട് കാലത്ത് പൊങ്കാലയ്ക്ക് അന്നദാനം എന്ന് പറഞ്ഞുകൊണ്ടൊരു പരിപാടിയുണ്ട്. പക്ഷേ കൊടുത്താൽ എത്തിത്തീരത്തില്ല. ആ കണക്കിനുള്ള ജനങ്ങളായിരുന്നു. ഇപ്പം പിന്നെ അതിനേക്കാൾ ഉപരി എന്ന് പറഞ്ഞാൽ പിന്നെ ഒരുപാട് പൊങ്കാലകൾ ഉണ്ട്. മറ്റേത് ഈ കാളിയൂട്ട് പറമ്പിൽ മാത്രമാണ് പൊങ്കാല ഉള്ളത്. ഇപ്പം അങ്ങനെയല്ല. ഒരുപാട് പൊങ്കാല ഉള്ളതുകൊണ്ട് നമുക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ ഇപ്പോൾ കാളിയൂട്ടിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിൽ പിന്നെ തൊഴുവാനാണെന്നുണ്ടെങ്കിൽ വൈകിട്ടായിരുന്നാലും കാലത്തായിരുന്നാലും ദീപാരാധനയ്ക്ക് ഭയങ്കര ജനമാണ്. പണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പോരട്ട കാവിലമ്മ ഏതായാലും എല്ലാ ഭക്തജനങ്ങളെയും ഒന്നുപോലെ അനുഗ്രഹിച്ച് സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ശാന്ത സ്വരൂപിണി ദേവി അമ്മേ പോരിട്ട കാവിലേ ഭദ്രേ. ഇരുൾ മൂടി നിറയുന്ന എൻ മനസ്സിൽ തെളിയുന്ന നിറദീപമിന്നമ്മ. ഇരുൾ മൂടി നിറയുന്ന എൻ മനസ്സിൽ തെളിയുന്ന നിറദീപമിന്നമ്മ. കനലിൻ്റെ നിറമുള്ള എൻ ദുരിതങ്ങൾ കനിവോടെ കുളിരേകുമിന്നമ്മ. കനലിൻ്റെ നിറമുള്ള തിരുരൂപം അമ്മേ പോരിട്ട കാവിലേ ഭദ്രേ. കനി കാണണം തിരുരൂപം അമ്മേ പോരിട്ട കാവിലേ ഭദ്രേ.
തിരുവിതാംകൂറിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് തൃപ്പൂണിത്തുറക്കാവ് ഭഗവതി ക്ഷേത്രം. മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം മുതൽ അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഏകദേശം ഒരു നൂറ്റാണ്ടുകൾക്ക് മുന്നേ കാളിയൂട്ട് നടന്ന ഒരു പ്രധാന ക്ഷേത്രമാണിത്. നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് തന്നെ കാളിയൂട്ട് പറമ്പെന്നാണ് അതിനറിയപ്പെടുന്നത്. ആ ഒരു 110 വർഷം കഴിഞ്ഞതിന് ശേഷം ഈ മീനഭരണിക്കും ഏകദേശം 15 ദിവസങ്ങൾക്ക് മുമ്പ് തൃപ്പൂണിത്തുറക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കാളിയൂട്ട് വീണ്ടും നടത്തപ്പെടുകയുണ്ടായി. അതിൻ്റേതായ പ്രാധാന്യം അനുസരിച്ച് ഈ വർഷത്തെ മീനഭരണി ഉത്സവത്തിന് അതിൻ്റേതായ പ്രാധാന്യം തന്നെ പ്രത്യേകമായിട്ടുണ്ട്. അതിൻ്റെ ഈ മീനഭരണി ഉത്സവത്തോടനുബന്ധിച്ച് തൃപ്പൂണിത്തുറക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടത്തി വരാറുള്ള സമൂഹ പൊങ്കാലയാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ഏകദേശം 10-11 വർഷക്കാലമായി ഈ ക്ഷേത്രം വളരെ പുരോഗതിയുടെ പാതയിലാണ്. ഏകദേശം നാശോന്മുഖമായ അവസ്ഥയിൽ ജീർണാവസ്ഥയിൽ ഉണ്ടായിരുന്ന ഈ ക്ഷേത്രം ഇപ്പോൾ പുതുതായി വന്ന ഭരണസമിതിയും ട്രസ്റ്റും പുനരുദ്ധാരണ കമ്മിറ്റിയും ചേർന്ന് വളരെ പുനരുദ്ധരിക്കുകയും ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം തന്നെ കേരളത്തിൽ ആകമാനം വ്യാപിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാളിയൂട്ടിൻ്റെ പ്രാധാന്യവും ഇവിടെ തന്നെ ഈ മീനഭരണി ഉത്സവത്തിൻ്റെ പ്രാധാന്യവും കണക്കാക്കി 10,000-കണക്കിന് ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പൊങ്കാല സമർപ്പിക്കുന്നതിന് തന്നെ ആയിരക്കണക്കിന് സ്ത്രീകൾ പൊങ്കാല നിവേദ്യം അർപ്പിക്കുന്നതിനായി തൃപ്പൂണിത്തുറക്കാവ് ദേവിയുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ളൊരു പ്രധാന ഐതിഹ്യം എന്ന് പറഞ്ഞത് കാളിയൂട്ട് നടന്ന സമയത്ത് കാളിയൂട്ടിൽ വേഷം കെട്ടിയത് സഹോദരങ്ങളാണെന്നും ഈ സഹോദരങ്ങളാണെന്നുള്ള ഓർമ്മയില്ലാതെ അതിൽ ഒരാളെ വധിക്കപ്പെട്ട സംഭവം എന്നും ഐതിഹ്യം പറയുന്നു. ആ ഐതിഹ്യത്തിന് അങ്ങനെ ഉണ്ടായ ഐതിഹ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇവിടെ കാളിയൂട്ട് നടത്തപ്പെടാതെ നിന്നുപോയതും ഇപ്പോൾ കാളിയൂട്ട് ഈ വർഷം മുതൽ പുനരാരംഭിച്ചിരിക്കുന്നതും. ഇന്ന് ശാർക്കര കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു ഭദ്രകാളി ക്ഷേത്രവും കൂടിയാണ് തൃപ്പൂണിത്തുറക്കാവ് ഭഗവതി ക്ഷേത്രം. പനയാറ തൃപ്പൂണിത്തുറക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ 2011 പൊതുജനങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരു പുനരുദ്ധാരണ കമ്മിറ്റി ഉണ്ടാക്കുകയും ആ പുനരുദ്ധാരണ കമ്മിറ്റിയിൽ നിന്നും എന്നെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുകയും അത് കഴിഞ്ഞ് 2014 മുതൽ ഉത്സവം ഈ ഭരണസമിതി തന്നെയാണ് ഉത്സവം നടത്തിക്കൊണ്ടുവരുന്നതും അതിനുശേഷം ഉണ്ടായ പുരോഗമനമാണ് ഈ ക്ഷേത്രത്തിൽ നിന്ന് ഇവിടെ ഉണ്ടായിരിക്കുന്നതും. ഈ പൊങ്കാലയിൽ തന്നെ 10,000-ങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ നിന്ന് മീനഭരണി ഏപ്രിൽ 10-ാം തീയതിയാണ് മീനഭരണി ആഘോഷം പൊതുജനങ്ങൾ ഈ നാടൊരുപോലെ കൊണ്ടാടുകയും ചെയ്യുന്നൊരു ക്ഷേത്രമാണിത്. ശാന്തസ്വരൂപിണി ദേവി